MDM ഉപയോഗിക്കുന്നവൻ എങ്ങനെ ഒറിജിനൽ മൂമിനാവുക? ഓനെ കാണുമ്പോൾ തന്നെ ഉമ്മാക്കന്റെ പേടിയാ, ഓന്റെ വീട്ടുകാർക്ക് പേടിയാ. കഞ്ചാവ് കയ്യിലേന്തി നടക്കുന്നവൻ അവനെങ്ങനെയാ ഒറിജിനൽ മൂമിനാവുക? അവനെ കാണുമ്പോൾ തന്നെ പലർക്കും പേടിയല്ലേ? ഒരു മുസ്ലിം ആദ്യ അയാളിൽ ഉണ്ടാവേണ്ട ക്വാളിറ്റി എന്താ? മൻസലിമൻ നാസു മിൻ ലിസാനിഹി വയദിഹി. അത് മുസ്ലിം ആവട്ടെ അമുസ്ലിം ആവട്ടെ, മതമുള്ളവനാവട്ടെ ഇല്ലാതിരിക്കട്ടെ, യുക്തിവാദിയാവട്ടെ, റാഷണാലിസ്റ്റ് ആവട്ടെ, ഡൊറാസ്റ്റിക് ആവട്ടെ, ആരും ആവട്ടെ, ഈശ്വരവാദി നിരീശ്വരവാദി എന്തായാലും ആവട്ടെ, മൻസലിമൻ നാസ്, സർവ്വജനങ്ങളും നിന്റെ ബുദ്ധിമുട്ടിൽ നിന്ന് രക്ഷപ്പെടണം. എന്നാലേ നീ ഒറിജിനൽ മുസ്ലിമാണ്. സർവ്വജനങ്ങളും നിന്റെ അടുത്തുനിന്ന് ഒരു ബുദ്ധിമുട്ടും ഏൽക്കുന്നില്ല എന്ന് നിനക്ക് ഉറപ്പുണ്ടാണ്. വാക്കുകൊണ്ടും പ്രവർത്തനം കൊണ്ടും ഒരാളെയും ബുദ്ധിമുട്ടിക്കാത്തയാൾ അപ്പോഴാണ് മുസ്ലിമാവുക. MDM ഉപയോഗിക്കുന്നവൻ എങ്ങനെയാ ഒറിജിനൽ മൂമിനാവുക? ഓനെ കാണുമ്പോൾ തന്നെ ഉമ്മാക്കന്റെ പേടിയാ, ഓന്റെ വീട്ടുകാർക്ക് പേടിയാ. കഞ്ചാവ് കയ്യിലേന്തി നടക്കുന്നവൻ അവനെങ്ങനെയാ ഒറിജിനൽ മൂമിനാവുക? അവനെ കാണുമ്പോൾ തന്നെ പലർക്കും പേടിയല്ലേ? അതല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, വല്ലാഹി ലാ യുഅ്മിൻ, ഒരാൾ മൂമിനാവില്ല. അപ്പൊ സ്വഹാബത്ത് വിചാരിച്ചു ഇതാരെക്കുറിച്ചാണ് പറയണത്? വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വല്ലാഹി ലാ യുഅ്മിൻ, തീർച്ചയായിട്ടും ഒരുത്തൻ മുഅ്മിൻ അല്ല. ഖാലൂ, അപ്പൊ സ്വഹാബത്ത് ചോദിച്ചു, മൻഹും യാ റസൂലല്ലാഹ്, ആരെക്കുറിച്ചാണ് തങ്ങൾ പറയണത്? അപ്പോഴാണ് തങ്ങൾ പറഞ്ഞത്, സ്വന്തം അയൽവാസിക്ക് ഇയാളിൽ നിന്ന് നിർഭയത്വം ഇല്ല എന്ന് പറഞ്ഞാൽ അയൽവാസികൾക്ക് ഇയാളെ വരുമ്പോൾ തന്നെ പേടിയാകും. അള്ളാഹ് മുപ്പർ വരുന്നുണ്ടല്ലോ, മറ്റേ ആ പ്രശ്നം പറയാനായിരിക്കും. അയൽവാസിക്ക് നമ്മളെ പേടിയുണ്ടെങ്കിൽ നമ്മളെ കൂടെ ജീവിക്കുന്ന അയൽവാസികൾ, ഫ്ലാറ്റിലാവട്ടെ, അല്ലെങ്കിൽ റൂംമേറ്റ്സ് ആവട്ടെ, അല്ലെങ്കിൽ വീടിന്റെ അപ്പുറത്തുള്ള നെയ്ബർ ആവട്ടെ, ഏതുമാവട്ടെ, നിന്റെ അയൽപക്കക്കാരന് നിന്നെ പേടിയുണ്ടെങ്കിൽ നീ ഒറിജിനൽ മൂമിനല്ല. ഈ ഹദീസിനെ വിശദീകരിച്ച് മഹാന്മാര് പറയാ, ലഹരി ഉപയോഗിക്കുന്ന ആളുടെ അയൽവാസി എല്ലാം എടുക്കട്ടെ, ഭർത്താവിനെ പേടിയല്ലേ? ഭർത്താവിനെ പേടിയാ ഭാര്യക്ക്, കാരണം അച്ചങ്ങായി ഉപയോഗിച്ചിട്ടാ വരുന്നത്. കുത്തിക്കൊന്ന കേസുകൾ നാടിങ്ങനെ അറിയപ്പെട്ടുകൊണ്ടിരിക്കുക. എങ്ങനെയാ ലഹരി ഉപയോഗിക്കുന്നവൻ ഒറിജിനൽ മൂമിനാവുക? കേട്ടോ, ഒരാൾക്കും നമ്മളെ കൊണ്ട് ഒരു ഉപദ്രവം ഉണ്ടാവാൻ പാടില്ല. പൂച്ചയെ കെട്ടിയിട്ട പെണ്ണ് നരകത്തിൽ പോയത് നിസ്കരിക്കാത്തോണ്ടല്ല, ആ പൂച്ചക്ക് സ്വന്തമായി ചെറിയ ചെറിയ പാറ്റകളെ പിടിച്ച് തിന്നാനും ഭക്ഷണം കഴിക്കാനൊക്കെ കഴിവുണ്ട്. നീ സ്വന്തമായിട്ട് അതിനെ പോകാൻ അനുവദിച്ചിട്ടില്ല. എന്നാ പിന്നെ നീ ആ കെട്ടിയിട്ട പൂച്ചക്ക് തീറ്റ കൊടുക്കാൻ അതും കൊടുത്തിട്ടില്ല, ഓട് നരകത്തിൽ. കേട്ടോ, പൂച്ചനെ ഉപദ്രവിച്ചതിന് വരെ ഇസ്ലാം നരക സമ്മാനം കൊടുക്കണം. അപ്പോൾ പിന്നെ മനുഷ്യരെ ബുദ്ധിമുട്ടിച്ചവരുടെ കഥ എന്തായിരിക്കും?